Hi students, previous video we friend function usage. Friend function use ചെയ്തിട്ട് നമ്മൾ plus operator overload ചെയ്ത് രണ്ട് numbers add ചെയ്യുന്ന case ആണ് discuss ചെയ്തത്. അതുപോലെ തന്നെ അതിനു മുന്നേ ഉള്ള വീഡിയോയിൽ friend functions use ചെയ്യാതെ plus operator overload ചെയ്ത് complex numberന്റെ addition അതെങ്ങനെ ചെയ്യുന്നു എന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ സെയിം സിറ്റുവേഷൻ കോംപ്ലക്സ് നമ്പർ അഡീഷൻ ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് പ്ലസ് ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു വീഡിയോ ആസ് എ കമ്പാരിസൺ ആണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രീവിയസ് കേസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് 2 വീഡിയോസ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോയിലോട്ട് വരിക. സോ കോംപ്ലക്സ് ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് ക്ലാസിന്റെ ഡാറ്റ മെമ്പേഴ്സ് ആയിട്ട് രണ്ട് ഫ്ലോട്ടിംഗ് വാരിയബിൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, എക്സ് ആൻഡ് വൈ. എക്സിന് റിയൽ പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാനും വൈനെ ഇമാജിനറി പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ കൺസ്ട്രക്ടേഴ്സ് ആണ്. വൺ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്. അറിയാലോ, ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ബോഡി കൊടുക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം, എക്സ് ആൻഡ് വൈനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് യൂസിങ് 0 ആണ്. ഓക്കെ, സോ ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും കൂടെ ഉണ്ട്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്ത് എക്സ് ആൻഡ് വൈനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഇത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, ഇത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. സോ ഇനി ഫ്രണ്ട് ഫംഗ്ഷന്റെ യൂസേജ് അറിയാം. നമുക്ക് ക്ലാസിന്റെ ബോഡിക്കകത്ത് നമ്മുടെ ഫ്രണ്ട് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് വെക്കണം, ബട്ട് ഡിഫൈൻ ചെയ്യാൻ പാടില്ല. ഡെഫിനിഷൻ എവിടെയായിരിക്കണം? ക്ലാസിന്റെ വെളിയിൽ. ഓക്കെ, സോ എന്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ സിന്റാക്സ്? കീവേഡ് ഫ്രണ്ട് എന്ന് യൂസ് ചെയ്യുക ഫസ്റ്റ്. ദെൻ നമ്മുടെ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ്. ഇവിടെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ക്ലാസിന്റെ സെയിം ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ക്ലാസ് നെയിമാണ് ഇവിടെ റിട്ടേൺ ടൈപ്പായി കൊടുത്തിരിക്കുന്നത്. ദെൻ കീവേഡ് ഓപ്പറേറ്റർ. ഇവിടെ ഒരു നോർമൽ ഫംഗ്ഷനെ എല്ലാ ഫ്രണ്ട് ഫംഗ്ഷൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിലാണ് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന് വേണ്ടിയിട്ടാണ്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കീവേഡ് ഓപ്പറേറ്റർ, ദെൻ ഓവർലോഡ് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റർ പ്ലസ്. ഓക്കെ, സോ ഫ്രണ്ട് ഫംഗ്ഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും അതിന് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഇൻസൈഡ് ദിസ് പാരാന്തസിസ് എന്താണ് ചെയ്തിരിക്കുന്നത്? കോംപ്ലക്സ് കോമ കോംപ്ലക്സ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഈ ഒരു പെർട്ടിക്കുലർ ഫ്രണ്ട് ഫംഗ്ഷൻ, അതായത് പ്ലസ് ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്ലസ് ഓപ്പറേറ്ററിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് കോംപ്ലക്സ് ഒബ്ജക്റ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, കോംപ്ലക്സ് ക്ലാസിന്റെ സെയിം ടൈപ്പിലുള്ള രണ്ട് ഒബ്ജക്റ്റുകളാണ് പ്ലസ് ഓപ്പറേറ്ററിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ ഒബ്ജക്റ്റിന്റെ നെയിം ഒന്നും ഡിക്ലറേഷൻ ടൈമിൽ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഏത് ടൈപ്പിലുള്ള ആർഗ്യുമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കുക. അതായത് കോംപ്ലക്സ് ടൈപ്പിലുള്ള ആർഗ്യുമെന്റ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇനി കോംപ്ലക്സ് ടൈപ്പിലുള്ള എത്ര ആർഗ്യുമെന്റ്സ് വേണം? രണ്ട് ആർഗ്യുമെന്റ്സ്. രണ്ട് കോംപ്ലക്സ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യമാണ് നമ്മുടെ ഡിക്ലറേഷന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫ്രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കതിന്റെ പ്രോപ്പർട്ടി അറിയാം. ഫ്രണ്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എനി ഓഫ് ദി ക്ലാസ്. ദിസ് ഇസ് ജസ്റ്റ് എ ഫ്രണ്ട് ഓഫ് ദിസ് ക്ലാസ് കോംപ്ലക്സ്. ഫ്രണ്ട് മാത്രമാണ്. സോ ഇതിന്റെ ബോഡി ഇതിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ട് ഫംഗ്ഷന്റെ ബോഡി ക്ലാസിന്റെ വെളിയിൽ. എവിടെയാണ് ക്ലാസിന്റെ വെളിയിൽ എന്ന് പറയുന്നത്? ഈ ക്ലാസിന്റെ ബ്രേസ് ക്ലോസ് ചെയ്ത് സെമി കോളൻ എൻഡ് ചെയ്തതിനു ശേഷം വേണം നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷന്റെ ബോഡി ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഫ്രണ്ട് അല്ലാത്ത ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ഡിസ്പ്ലേ ഫംഗ്ഷൻ ആണ്. നമ്മുടെ എന്താണ് ഡാറ്റ മെമ്പേഴ്സിന്റെ വാല്യൂസ് യൂസ് ചെയ്തിട്ട് റിയൽ പ്ലസ് ഐ ഇമാജിനറി ഫോമിൽ എ പ്ലസ് ഐ ബി ഫോം, കോംപ്ലക്സ് നമ്പറിന്റെ ഫോം അറിയാലോ, ആ ഒരു ഫോമിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ. ഇത് ഫ്രണ്ട് ഫംഗ്ഷൻ അല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ബോഡി നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിന്റെ അകത്ത് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഇനി ഫ്രണ്ട് ഫംഗ്ഷന്റെ ബോഡി ഡിഫൈൻ ചെയ്യാണ് ആഫ്റ്റർ ക്ലോസിംഗ് ദസ് ക്ലാസ്. ക്ലാസിന്റെ കണ്ടന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ക്ലോസ് ചെയ്തു.
സെമിക്കോളൻ യൂസ് ചെയ്ത് എൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷന്റെ ബോഡി ഡിഫൈൻ ചെയ്യുന്നത്. സിൻടാക്സ് എങ്ങനെയാണ്? ഇതേ സിൻടാക്സ് തന്നെ ഫോളോ ചെയ്യുക, ബട്ട് ഫ്രണ്ട് എന്ന കീവേഡ് നമ്മൾ നെഗ്ലക്ട് ചെയ്യണം. റിട്ടേൺ ടൈപ്പ് ഓപ്പറേറ്റർ പ്ലസ് ഇൻസൈഡ് ദ പാരാന്തസിസ്. ഇവിടെ ടൈപ്പും നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സും മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിന്റെ പേര് കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കോംപ്ലക്സ് ഫസ്റ്റ് ഒബ്ജക്റ്റിനെ, കോംപ്ലക്സ് ക്ലാസിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റിനെ num1 ആണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഈ ബോഡിക്കകത്ത്. അതുപോലെ കോംപ്ലക്സ് ക്ലാസിന്റെ സെക്കൻഡ് ഒബ്ജക്റ്റിനെ num2 എന്നാണ് ഈ ബോഡിക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങൾ ഇവിടുത്തെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ അഗെയിൻ ഒരു ടെമ്പററി കോംപ്ലക്സ് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിന്റെ എക്സ് പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കോംപ്ലക്സ് ഒബ്ജക്റ്റിന്റെ എക്സ് വാല്യൂം സെക്കൻഡ് കോംപ്ലക്സ് ഒബ്ജക്റ്റിന്റെ എക്സ് വാല്യൂം തമ്മിൽ ആഡ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. സിമിലർലി ഈ ടെമ്പററി കോംപ്ലക്സ് ഒബ്ജക്റ്റിന്റെ വൈ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ വൈ പ്ലസ് സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ വൈ ആഡ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എക്സിക്യൂഷൻ നമുക്ക് കോംപ്ലക്സ് ടൈപ്പിലുള്ള ഒരു വാല്യൂ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള ലൊക്കേഷനിലോട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? റിസൾട്ട് ഓഫ് ദ കോംപ്ലക്സ് അഡീഷൻ ആണ്. അത് എവിടെയാണുള്ളത്? നമ്മുടെ ടെമ്പററി ഒബ്ജക്റ്റിൽ. സോ ആഫ്റ്റർ ദീസ് ടു അഡീഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റിസൾട്ടന്റ് വാല്യൂ ഫ്രം ദിസ് ടെമ്പ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോവാണ്. എവിടെ റിട്ടേൺ ചെയ്യും? എവിടെയാണോ പ്ലസ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ലൊക്കേഷനിലോട്ട് റിട്ടേൺ ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് ക്ലാസും അതുപോലെ ഫ്രണ്ട് ഫംഗ്ഷന്റെ ഒക്കെ കൂടെ സ്ട്രക്ചർ. സോ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിനകത്ത് വരണം. സോ മെയിനകത്ത് ഫസ്റ്റ് ഇവിടെ ഞാൻ ഈ ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ മെമ്മറി അലോക്കേഷൻ കൂടെ കാണിച്ചുകൊണ്ടാണ്. കൂടുതൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മെമ്മറി അലോക്കേഷൻ കൂടെ കാണിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഫോർ കോംപ്ലക്സ് ക്ലാസ്. ഓക്കെ, സോ എന്ത് ചെയ്യും? നമ്മൾ C1 എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതില് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കൺസ്ട്രക്ടർ ആണ് വർക്ക് ചെയ്യുന്നത്? ദിസ് ഇസ് ഇൻഡിക്കേറ്റിംഗ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. സോ ഈ ഒരു കൺസ്ട്രക്ടർ ബോഡിയാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ അലോക്കേറ്റിംഗ് മെമ്മറി ഫോർ C1 ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ പ്രോപ്പർ ആയിട്ട് ഇവിടെ അസൈൻ ചെയ്യും ഫോർ C1x ആൻഡ് C1y ലൈക്ക് ദിസ്. C1ന്റെ എക്സിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് C++ല് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന് യൂഷ്വലി മെമ്മറിക്കകത്ത് 4 bytes യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫ്ലോട്ട് ആയിട്ടാണല്ലോ നമ്മൾ എക്സ് ആൻഡ് വൈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 4 bytes ഫോർ എക്സും 4 bytes ഫോർ വൈയും നമ്മളിവിടെ ഓൾറെഡി അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, C1ന്റെ എക്സ് ആൻഡ് വൈക്ക് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 4 byte-നെ 2.5 യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ഇവിടെ 3.5 യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. സിമിലർലി നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ കൂടെ ക്രിയേറ്റ് ചെയ്യാണ് കോംപ്ലക്സ് C2 ഓഫ് 1.6, 2.7. എന്ത് ചെയ്യും? സെയിം C2ന്റെ എക്സിന് വേണ്ടിയിട്ട് 4 byte അലോട്ട് ചെയ്യും, C2ന്റെ വൈക്ക് വേണ്ടി 4 bytes അലോട്ട് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ബോഡിയാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന്റെ സിൻടാക്സിനാണ് മാച്ച് ചെയ്യുന്നത്. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ സിൻടാക്സിൽ പാരാമീറ്റേഴ്സ് ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല, പാസ് ചെയ്യാൻ പാടില്ല. ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന്റെ സിൻടാക്സുമായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് മാച്ച് ചെയ്യുന്നത്. സോ ഈ ഒരു ബോഡിയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എക്സിന് 1.6 അസൈൻ ചെയ്യുന്നു, വൈക്ക് 2.7 അസൈൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് C3. ഇവിടെ എന്താണ് ഡിഫറൻസ്? ഇവിടെ നമ്മൾ കോംപ്ലക്സ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ടില്ല. സോ ഇത് ഈ രണ്ട് കൺസ്ട്രക്ടറിൽ ഏത് കൺസ്ട്രക്ടറിന്റെ സിൻടാക്സുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ സിൻടാക്സ് ആണ്. ഇവിടെ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നില്ല, പാരാമീറ്റർ ഒന്നും തന്നെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇവിടെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് ആഫ്റ്റർ മെമ്മറി അലോക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ C3യുടെ എക്സിന് വേണ്ടി 4 bytes അലോട്ട് ചെയ്യുന്നു, C3യുടെ വൈക്ക് വേണ്ടി ഗെയിൻ 4 bytes അലോട്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ബോഡിയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ എന്താണ്?
ബോഡി ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാങ്ക് ആയിട്ടാണെങ്കിൽ ഇറ്റ് ഇസ് ക്ലിയർ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, എക്സ് ആൻഡ് വൈനെ ബൈ ഡിഫോൾട്ട് 0 യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ x = 0 y = 0 എന്ന് ഈ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ ബോഡിക്കകത്ത് സ്പെസിഫൈ ചെയ്യാം. ഇനി അതുപോലെ ചെയ്തില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് അവിടെ 0 യൂസ് ചെയ്തിട്ടായിരിക്കും ഇനീഷ്യലൈസ് ചെയ്യുന്നത്. രണ്ടും വാലിഡ് ആണ്. ഓക്കെ, സോ ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഏത് ലൈൻ ചെയ്യാൻ പോവാണ്, C3 = C1 + C2. ഓവർലോഡ് ചെയ്തിട്ടുള്ള പ്ലസ് ഓപ്പറേറ്ററിനെ C1 ഒബ്ജക്ട് ആൻഡ് C2 ഒബ്ജക്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യാണ്. സോ ഈ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ കൺട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ബോഡിക്കകത്ത്. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ നടക്കുന്നത്, കോംപ്ലക്സ് നമ്പർ 1, കോംപ്ലക്സ് നമ്പർ 2. ഫസ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മുടെ ഈ ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് num1 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒബ്ജക്റ്റിലോട്ട് കോപ്പി ചെയ്യുന്നു. അതുപോലെ സെക്കൻഡ് ഒബ്ജക്റ്റിനെ, ഇവിടെയുള്ള സെക്കൻഡ് ഒബ്ജക്റ്റിനെ ഈ ഒരു ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് num2 എന്ന് പറയുന്ന ഒരു ടെമ്പററി കോംപ്ലക്സ് ഒബ്ജക്റ്റിലോട്ട് കോപ്പി ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ഓപ്പറൻഡിനെ ഇവിടുത്തെ ഫസ്റ്റ് ആർഗ്യുമെന്റിലോട്ട് കോപ്പി ചെയ്യും, ഇവിടുത്തെ സെക്കൻഡ് ഓപ്പറൻഡിനെ ഇവിടുത്തെ സെക്കൻഡ് ആർഗ്യുമെന്റിലോട്ട് കോപ്പി ചെയ്യും. ഇതിന്റെ ടൈപ്പ് സെയിം ആയിരിക്കണം. C1, C2 ആർ ഒബ്ജക്ട്സ് ഓഫ് കോംപ്ലക്സ് ക്ലാസ്, റൈറ്റ്? അതുപോലെ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതും num1 num2 രണ്ടും കോംപ്ലക്സ് ക്ലാസിന്റെ തന്നെ ഒബ്ജക്റ്റ് ആണ്. സോ ടൈപ്പ് ഒക്കെ സെയിം ആണ്. സോ നമുക്ക് പ്രോപ്പർ ആയിട്ട് C1നെ num1ലോട്ടും C2നെ num2ലോട്ടും കോപ്പി ചെയ്യാം. എങ്ങനെയാണ് വരിക, num1ന് വേണ്ടിയിട്ട് x and y, again different 4 bytes for num1x and num1y അലോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ നോക്കുക, കോംപ്ലക്സ് num1 ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെമ്മറി അലോട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ 0 ആയിരിക്കും സ്റ്റാർട്ടിങ്ങിന് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ദാറ്റ് 0 റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ C1ന്റെ 2.5 and 3.5 അവിടെ കോപ്പി ചെയ്യും. ഓക്കെ, ദെൻ കോംപ്ലക്സ് num2 എന്ത് ചെയ്യൂ, num2 എന്ന് പറയുന്ന സെക്കൻഡ് ഒബ്ജക്റ്റ്, അതിനു വേണ്ടിയിട്ട് x and y ലൊക്കേഷൻസ് നമ്മൾ മെമ്മറിക്കകത്ത് വീണ്ടും അലോട്ട് ചെയ്യുന്നു, 4 bytes ഫോർ ഈച്ച്. ദെൻ ഇവിടെയും ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ആ ലൊക്കേഷനിൽ ഇനീഷ്യലി 0 അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ലേറ്റർ നമ്മൾ എന്ത് ചെയ്യും, 0നെ റീപ്ലേസ് ചെയ്തിട്ട് C2ന്റെ വാല്യൂസ് 1.6 for x and 2.7 for y കോപ്പി ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിന്റെ ബോഡിക്കകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കോംപ്ലക്സ് ടെംപ്. എഗെയിൻ ഒരു ടെമ്പററി ഒബ്ജക്ട് ഫോർ ദ സെയിം ക്ലാസ് കോംപ്ലക്സ് നമുക്ക് വേണം. സോ ടെംപിന് വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ മെമ്മറി അലോട്ട് ചെയ്യണം. ഏതൊക്കെയാ, ടെംപിന്റെ എക്സിന് വേണ്ടിയിട്ട് 4 bytes, ടെംപിന്റെ വൈക്ക് വേണ്ടിയിട്ട് എഗെയിൻ 4 bytes. ഓക്കെ, സോ ഇതും ഏത് കൺസ്ട്രക്ടറിന്റെ സിന്റാക്സും ആയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാച്ച് ചെയ്യുന്നത്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. സോ ഈ ലൊക്കേഷനിലും നമ്മൾ ഇനീഷ്യലി എന്താണ്, 0 ആണ് ഇനീഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ num1.x plus num2.x, num1.xലുള്ള 2.5ഉം num2.xലുള്ള 1.6ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു. അത് ടെംപ് ഒബ്ജക്റ്റിന്റെ x ലൊക്കേഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, ലൈക്ക് ദിസ്. Again അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ num1.y plus num2.y 3.5 plus 2.7 ചെയ്യുന്നു, അത് temp.yലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ ഫൈനലി നമ്മുടെ അഡീഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ്, നമുക്കറിയാം ഇതിന്റെ സ്ട്രക്ചറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ആഫ്റ്റർ ദിസ് ഓപ്പറേഷൻ നമുക്ക് കോംപ്ലക്സ് ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് പ്ലസ് ഓപ്പറേറ്റർ കോൾ ചെയ്ത ലൊക്കേഷനിലോട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്ന കോംപ്ലക്സ് ടൈപ്പിലുള്ള ഒബ്ജക്റ്റ് ഏതാണ്, നമ്മുടെ റിസൾട്ട് ആണ്. റിസൾട്ട് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇപ്പോഴും ടെമ്പററി ഒബ്ജക്റ്റിൽ. സോ റിട്ടേൺ ടെംപ് ടു വേർ, ടു ദ ലൊക്കേഷൻ ഫ്രം വേർ ഇറ്റ് ഈസ് കോൾഡ്. പ്ലസ് എവിടെയാണോ കോൾ ചെയ്തത് സെയിം ലൊക്കേഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. സോ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതേ ടൈപ്പിലുള്ള വേറെ ഒരു ഒബ്ജക്റ്റിലോട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യണം. ടെമ്പററി ടെംപ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ക്ലാസിന്റെ ടൈപ്പിലുള്ള ഒബ്ജക്റ്റ് ആണ്. അവിടെയാണ് നമ്മൾ റിസൾട്ട് ടെമ്പററി ആയി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ
പ്ലസ് കോൾ ചെയ്ത ലൊക്കേഷനിലോട്ട് ടെമ്പിന്റെ കറണ്ട് വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ C3 നോക്കുക, C3യും കോംപ്ലക്സ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. C3ലോട്ടാണ് നമ്മൾ ആ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ C3യിൽ കറന്റ്ലി x equal to 0 ആൻഡ് y equal to 0 ആണെങ്കിൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ഓപ്പറേഷൻ C3യുടെ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പിന്റെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. C3ന്റെ വൈനെ ടെമ്പിന്റെ y യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്ക് എല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. C1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് C1 ഡോട്ട് ഡിസ്പ്ലേ ആണ് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു ഡിസ്പ്ലേ? ഡിസ്പ്ലേ ഫംഗ്ഷൻ നോക്കുക. ഡിസ്പ്ലേ ഇസ് എ മെമ്പർ ഫംഗ്ഷൻ ഓഫ് ക്ലാസ് കോംപ്ലക്സ്. ഫ്രണ്ട് ഫംഗ്ഷൻ അല്ല, കോംപ്ലക്സ് ക്ലാസിന്റെ തന്നെ മെമ്പർ ആണ് ഡിസ്പ്ലേ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എക്സ് ആൻഡ് വൈ വാല്യൂവിനെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ, നമുക്കറിയാം കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ സിന്റാക്സ് എന്താണ്? റിയൽ പ്ലസ് ഐ ഇമാജിനറി. സോ ആ ഒരു ഫോമിൽ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഡിസ്പ്ലേ. സോ C1 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? C1ന്റെ വാല്യൂവിനെ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. സോ C1ന്റെ എക്സ് എന്താണ്? 2.5. 2.5 ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ ഈ കോഡ്സിന്റെ അകത്തുള്ള കാര്യം അതുപോലെ തന്നെ സ്ക്രീനിൽ വരും, പ്ലസ് ഐ എന്ന്. അത് കഴിഞ്ഞിട്ട് C1ന്റെ y വാല്യൂ ഡിസ്പ്ലേ ചെയ്യും, ദാറ്റ് ഈസ് 3.5. അത് കഴിഞ്ഞാൽ C2 ഈക്വൽ ടു എന്താണ് കോൾ ചെയ്യാൻ വന്നത്? C2 ഡോട്ട് ഡിസ്പ്ലേ. C2 ഈക്വൽ ടു എന്ന് ഡയറക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു സ്ക്രീനിൽ. അതിനുശേഷം C2 ഡോട്ട് ഡിസ്പ്ലേ. സോ C2ന്റെ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഡിസ്പ്ലേ, C2ന്റെ എക്സ് ആൻഡ് വൈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഡിസ്പ്ലേ എക്സിക്യൂട്ട് ചെയ്യുന്നു. C2ന്റെ എക്സിൽ 1.6 ആണ്. സോ 1.6നെ ആദ്യം ഡിസ്പ്ലേ ചെയ്യുന്നു, ദെൻ പ്ലസ് ഐ എന്ന് ഡയറക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനുശേഷം C2ന്റെ y 2.7. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ C3 ഈക്വൽ ടു, ഓക്കെ, /n വരുന്നത് കൊണ്ട് ഓരോ നമ്പറും ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ലൈനിലോട്ട് കൺട്രോൾ പാസ് ചെയ്തിട്ടുണ്ടാവും. സോ C3 ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. അതിനുശേഷം C3 ഡോട്ട് ഡിസ്പ്ലേ. C3 ഡോട്ട് ഡിസ്പ്ലേ വരുമ്പോൾ C3യുടെ എക്സ് വാല്യൂ 4.1, പിന്നെ പ്ലസ് ഐ എന്ന് ഡയറക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് C3യുടെ y 6.2. അപ്പൊ നമ്മുടെ സ്ക്രീനിൽ ആഫ്റ്റർ ദീസ് 3 ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ ഉണ്ടാവും. C1 ഈക്വൽ ടു 2.5 പ്ലസ് ഐ 3.5. നെക്സ്റ്റ് ലൈനിൽ C2 ഈക്വൽ ടു 1.6 പ്ലസ് ഐ 2.7. അത് കഴിഞ്ഞിട്ട് C3 ഈക്വൽ ടു 4.1 പ്ലസ് ഐ 6.2. ഓക്കെ, സോ ഇതാണ് കോംപ്ലക്സ് നമ്പർ അഡീഷൻ യൂസിങ് plus operator which is overloaded as a front function. ഓക്കെ, ഫ്രണ്ട് ഫംഗ്ഷൻ ആയിട്ട് പ്ലസ് ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്ത് നമ്മൾ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്ന കേസാണ് ഇവിടെ കണ്ടത്. സെയിം സിറ്റുവേഷൻ നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യുന്നുവെന്ന് പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.